ഇപ്പോൾ ഓല ജനറേഷൻ 3 വണ്ടി യൂസ് ചെയ്യുന്ന എല്ലാവരും ചെയിൻ ലൂബ് കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അറിയുന്നുണ്ടാവും. അതേപോലെ നമ്മളെ ചെയിൻ്റെ സ്പ്രോക്കറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും വണ്ടി സ്മൂത്തായിരിക്കാനും ചെയിൻ ലൂബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയിൻ ക്ലീനിങ്ങും ലൂബിങ്ങും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഡബിൾ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെയുള്ളൊരു സ്റ്റാൻഡിൽ വണ്ടി കയറ്റി വെക്കുക. അത് വീല് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലേക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക, വണ്ടി കയറ്റി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും, ആ ഒരു ഗസ്റ്റ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചെയിൻ കവർ ഫസ്റ്റ് നമ്മൾ അയക്കണം. ഇതിനിവിടെ 4 സ്ക്രൂ ആണ് വരുന്നുള്ളത്. 4 സ്ക്രൂ വരുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിൽ ഒരു ക്ലിപ്പിങ്ങും കാണാം. ആ ക്ലിപ്പിങ്ങും അയച്ചിട്ടാണ് നമ്മൾ ഇത് റിമൂവ് ചെയ്യുക. ഓക്കെ, റിമൂവ് ചെയ്തിട്ട് കാണാം. നമുക്ക് ഈ 4 സ്ക്രൂ അയച്ചെടുക്കുക. ഇപ്പോൾ വണ്ടീൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഈ എല്ലങ്കി ഉണ്ടാവും, ഇതിലാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഉള്ളിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇത്രയും ഡേട്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് ജസ്റ്റ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിട്ടുണ്ടാവും. പക്ഷെ ഇത് പിന്നെയും ഇങ്ങനെ തന്നെ ആവും, കാരണം ഈ ടയറിലുള്ള ചളി മൊത്തം അതിൻ്റെ ഉള്ളിലേക്കാണ് ചെയിനൊക്കെ പോകുന്നത്. ഓക്കെ, നമ്മളെ വണ്ടി നമുക്കിനി ചെയിൻ ക്ലീൻ ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ ചെയിൻ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലത് കെറോസിനാണ് കേട്ടോ. മണ്ണെണ്ണ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഡീസലും കാര്യങ്ങളൊക്കെ ചെയിൻ എന്തോ ഡാമേജ് ആണെന്നുള്ളതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ട്. എന്താ അറിയില്ല, ഓരോരുത്തർ ഓരോന്നാണ് പ്രിഫർ ചെയ്യുക. അപ്പം ഇങ്ങനത്തെ ഒരു ബ്രഷും, ഇത് ഫുള്ളായിട്ട് ടൈറ്റുണ്ട്, ഇങ്ങനത്തെ ഒരു ബ്രഷും അതേപോലെ ഈ മണ്ണെണ്ണയും മതി. കെറോസിൻ മണ്ണെണ്ണ എന്നാണ് ഇവിടെ പറയുക, ഓരോ നാട്ടിൽ ഓരോ പേരിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫുള്ള് തുടച്ച് വൃത്തിയാക്കി ചെയിൻ ഫുള്ള് ആദ്യം ക്ലീൻ ചെയ്തെടുക്കുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് ലൂബ് ചെയ്യാം. അപ്പോൾ ഈ മണ്ണെണ്ണ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഗ്രീസൊക്കെ പെട്ടെന്ന് പോകും. നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഷാമ്പൂ വാഷൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഷാമ്പൂ ഒക്കെ ഇട്ട് യൂസ് ചെയ്യുമ്പോഴും ഈ ഗ്രീസൊന്നും പെട്ടെന്ന് പോകാത്തൊരു ബുദ്ധിമുട്ട് വരുന്നത് കാണലുണ്ട്. ഞാൻ ചെയ്തിരുന്നു 2-3 പ്രാവശ്യം, പക്ഷെ അതത്ര എഫക്റ്റീവ് അല്ല. അപ്പോൾ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് മണ്ണെണ്ണ ഉണ്ടെങ്കിൽ മണ്ണെണ്ണ തന്നെയായിരിക്കും. കാണാം ഇത്രയും ഡേട്ട്, മഴക്കാലമായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ചളിയും കാര്യങ്ങളും. ഇത് ശരിക്കും 500 കിലോമീറ്റർ ആയിട്ടില്ല ലാസ്റ്റ് ലൂബ് ചെയ്തിട്ട്. ആകെ 400-450 കിലോമീറ്റർ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എവരി 400 to 500 കിലോമീറ്റേഴ്സിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറേ ഡേട്ട് കണ്ടോ, ഇത് മണലിൻ്റെ തരികളാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ അത് നമ്മളുടെ ഈ സ്പ്രോക്കറ്റിൽ ഉരഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ഇത് ശരിക്കും അതിൻ്റെ തേയ്മാനത്തിന് കാരണമാവും. ചളിയും ഇതും കൂടി ഉരഞ്ഞ് ചില റബ്ബ് ചെയ്ത് ഫുള്ള് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്പ്രോക്കറ്റിൻ്റെയൊക്കെ ഓലേൻ്റെ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം, അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് പറഞ്ഞാൽ കറക്റ്റ് ടൈമിന് എന്താകുക, ഒന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുക. വീട്ടിൽ നിന്ന് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ ജസ്റ്റ് ഷോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ എന്തോ ഫീസിൽ എന്താക്കാം നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ എല്ലാ വർക്ക്ഷോപ്പിൽ നിന്നും ഇത് ചെയ്ത് തരും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ സ്പ്രോക്കറ്റ് അഥവാ ഡാമേജ് ആയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒലേൻ്റെ സർവീസ് അത്രയും മോശമാണ്. അപ്പോൾ ഇത് സാധനം ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത്രയും ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. നിങ്ങൾക്ക് ആ ടൈമൊന്നും വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. പുറത്ത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്, വേഗം പോയി മാറ്റാം. എന്നാലും അത്രയും പൈസൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും. ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ മാക്സിമം ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ചെയിന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇത് നിങ്ങൾക്ക് കാണാം ഫുള്ള് ഡേട്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദൂരം ഓടിയിട്ടുള്ളൂ, പക്ഷെ അപ്പോൾ തന്നെ ഇത്രയും ഡേട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വണ്ടി ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഒരു പലകേൻ്റെ അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മണ്ണിട്ടിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് പോവും. മണ്ണെണ്ണയും ഡീസലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പോവും. മണ്ണെണ്ണ അപ്ലൈ ചെയ്തിട്ട് തുടച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം തുടച്ച് കഴിയുമ്പോഴത്തേക്ക് ചെയിൻ ക്ലീൻ ആവുന്നതാണ്. ഞാൻ 2 ഫേസ് ആയിട്ടാണ് ഇത് ചെയ്യാറ്. ഫസ്റ്റ് മണ്ണെണ്ണ ഇട്ട് അതേപോലെ ആ ബ്രഷിൽ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യും. എന്നിട്ട് ഇതേപോലെ ഒരു പഴയ തുണി എടുക്കുക, നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വണ്ടി ഇപ്പോൾ എന്തായാലും സ്റ്റാൻഡിലാണല്ലോ, ഈ ഒരു രീതിയിലുള്ളതുകൊണ്ട് ഇതെന്താ നമുക്ക് വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിന് ശേഷം. ഓക്കെ, ആ ചെയിന് നമ്മൾ ക്ലീനിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്താക്കുക, ഈ ക്രൂയിസ് കൺട്രോൾ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള റിമൈനിങ് ആയിട്ടുള്ള കെറോസിനും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കോളും. കുറച്ച് നേരം അങ്ങനെ ഡ്രൈ ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്താക്കുക, നമുക്ക് ലൂബ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പോഴും ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത് ഗിയർ ഓയിലാണ് കേട്ടോ. ഗിയർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ
എന്താക്കാം, ഗിയർ ഓയിൽ എടുത്തിട്ട് ഇങ്ങനെയുള്ളൊരു ബോട്ടിലേക്ക് ആക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് എന്താക്കുക, ഗിയർ ഓയിൽ ഇതിലേക്ക് ആക്കുക. വണ്ടി ക്രൂയിസ് കൺട്രോൾ തന്നെയാണുള്ളത്. ചെയിൻ ഇങ്ങനെ അപ്ലൈ കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് ചെയിൻ ലൂബ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. ഇങ്ങനത്തെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് എന്താക്കാം, ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് കൊടുക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇൻസൈഡിൽ ചെയിൻ്റെ ഈ ഉൾഭാഗത്തും ചെയ്തെടുക്കാം. പ്രോപ്പറായിട്ട് ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒരു 500 കിലോമീറ്ററൊക്കെ നമുക്ക് എന്താക്കാം, നല്ല വൃത്തിയിൽ ഓടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ചെയിൻ ലൂബ് ചെയ്യാനുള്ള പണി. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടാണോ വെച്ചാൽ ഇത് അഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താലേ ഉള്ളൂ നമുക്ക് എന്താക്കുക, വണ്ടി അത്യാവശ്യം കുറച്ച് കാലമൊക്കെ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഓടാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള ചെയിൻ ഇങ്ങനെ ലൂബൊക്കെ തെറിച്ച് പോയിക്കോളും. ഓക്കെ, കുറച്ച് നേരം ഇങ്ങനെ ആ ക്രൂയിസ് കൺട്രോൾ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോഴത്തേക്ക് എന്താവും, ഒരുവിധം വൃത്തിയായി കിട്ടുന്നതാണ്. ചെയിൻ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം കുറച്ച് ക്ലീൻ ആയിരുന്നു. ഞാനിത് ക്രൂയിസ് കൺട്രോൾ ഓഫാക്കിയതിന് ശേഷം ജസ്റ്റ് കാണിച്ചു തരാം. ആണവിടെ ചെയിന് അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ചെറിയ രീതിയിൽ എന്തായാലും അതിൽ കുറച്ച് ഇതുണ്ടാവും. ഓക്കെ, വണ്ടി ഓണാണ്, അതാണ് കുറച്ച് സ്റ്റക്കായിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഓഫായി കഴിഞ്ഞാൽ ചെയിനും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നേരത്തെ നിങ്ങൾ കണ്ടതല്ലേ, അപ്പോൾ ഇത്രയും ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ചെയിൻ മെയിൻ്റനൻസ് പറഞ്ഞാൽ ഏതൊരു വണ്ടിയായാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ബൈക്കിന് അത്രയും സൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കേൾക്കില്ല ചെയിന് സ്റ്റക്ക്, മീൻസ് ആ ചെയിനിൽ ലൂബില്ലാത്തതിൻ്റെ സൗണ്ടൊന്നും. പക്ഷേ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ സൗണ്ട് കേൾക്കും. ഭയങ്കര എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സൗണ്ടാണ് ഇതിൻ്റെ സൗണ്ട്. ഓൾറെഡി S1 Pro Plus Gen 3 നല്ല സൗണ്ട് ഉണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ഇതും കൂടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ഏകദേശം ഓൾമോസ്റ്റ് ഐഡിയ കിട്ടി വിചാരിക്കുന്നു. വലിയ പണിയൊന്നും ഇല്ല, അല്ല യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു യൂസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. കുറച്ച് എന്തായാലും അതിൽ ബാക്കിയുണ്ട് കേട്ടോ, അതായത് ആ ഗ്രീസിൻ്റെ കുറച്ച് അംശം അതിൽ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഗിയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സൗണ്ട് കൊണ്ട് കേട്ടിട്ടുണ്ടോ അറിയില്ല. ഞാൻ ഗിയർ ഓയിലാണ്, അതായത് നമ്മൾ കാറിലും ഇതിലൊക്കെ ഒഴിക്കുന്ന ഗിയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. കുറേ ആൾക്കാർക്ക് ചെയിന് നിങ്ങൾക്ക് ലൂബ് വാങ്ങാനുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചെയിൻ ലൂബ് തന്നെയാണ്. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇടേണ്ടത് കൊണ്ട് അത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ നിങ്ങൾ ലൂബ് എന്തായാലും ചെയ്യാതിരിക്കരുത്, കാരണം അത് വണ്ടിക്ക് ഭയങ്കര ദോഷം ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ഡീറ്റെയിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് പറയാം. ഞാൻ ബ്രേക്ക് പാഡ് മാറ്റുന്ന വീഡിയോ ജസ്റ്റ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.